വിവാഹ ചടങ്ങുകളിലും ഹോട്ടലുകളിലും ടൂറിസം കേന്ദ്രങ്ങളിലും പ്ലാസ്റ്റിക് കുപ്പി നിരോധിച്ച ഹൈക്കോടതി ഉത്തരവ് കേരളമാകെ നടപ്പാക്കാൻ സാധ്യത. 5 ലിറ്ററിൽ താഴെയുള്ള പ്ലാസ്റ്റിക് കുപ്പികളിൽ കുടിവെള്ളം നൽകുന്നതിന് അടക്കമാണ് നിരോധനം വരിക. നിരോധനം ഭാവിയിൽ വ്യാപിപ്പിക്കാനാണ് സർക്കാരിന്റെ ആലോചന. പ്ലാസ്റ്റിക് നിരോധനത്തിലെ വെല്ലുവിളികൾ എന്തൊക്കെ, നിരോധിച്ചവയിൽ എന്തൊക്കെ, കാണാം 24 എക്സ്പ്ലെയിനർ നിഖിൽ പ്രമേഷ് ചേരും. എന്തൊക്കെയാണ് നിരോധിച്ചവ? 5 ലിറ്ററിൽ താഴെയുള്ള കുടിവെള്ളം നൽകുന്ന പ്ലാസ്റ്റിക് കുപ്പികൾ, 2 ലിറ്ററിൽ താഴെയുള്ള ശീതളപാനീയ കുപ്പികൾ, പ്ലാസ്റ്റിക് സ്ട്രോകൾ, പ്ലേറ്റ്, ഭക്ഷണം കൊണ്ടുവരുന്ന പ്ലാസ്റ്റിക് പാത്രങ്ങൾ, ബേക്കറികളിലെ ബോക്സുകൾ, ഇവയ്ക്കൊക്കെ നിരോധനം വരും. ഇനി നിരോധനം നടപ്പാക്കുന്നതിലെ വെല്ലുവിളികൾ എന്തൊക്കെയാണെന്ന് പരിശോധിച്ചാലോ? ക്യാരി ബാഗുകളടക്കം ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് സംസ്ഥാനത്ത് പൂർണ്ണമായി നിരോധിച്ചെങ്കിലും ഇത് പൂർണ്ണമായി വിജയം കണ്ടിരുന്നില്ല. പരിശോധനയും പിഴയും ഒക്കെ ഉണ്ടായിട്ടും വ്യാപാരികളുടെ നിസ്സഹകരണവും പൂഴ്ത്തിവെക്കലുമാണ് തിരിച്ചടിയായത്. ജനങ്ങളും ഇതിനോട് വിമുഖത കാണിക്കുകയാണ് ചെയ്തത്. ഇനി വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലടക്കം പ്ലാസ്റ്റിക് നിരോധനം നടപ്പാക്കുമ്പോൾ ഇതിനെല്ലാം ബദൽ സൗകര്യം ഒരുക്കേണ്ടി വരും എന്നുള്ളൊരു സാഹചര്യം കൂടി ബാക്കി നിൽക്കുന്നുണ്ട്. അതായത് ഒരുപാട് സഞ്ചാരികൾ വരുന്ന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊക്കെ പ്ലാസ്റ്റിക് നിരോധനം കൊണ്ടുവരികയാണെങ്കിൽ അതിനെന്താണ് ഒരു ബദൽ വഴി എന്നുള്ളത് കൂടി നമ്മൾ തേടേണ്ടിയിരിക്കുന്നു. അത്തരം ഒരു സാധ്യത കൂടി കാണേണ്ടിയിരിക്കുന്നു. കുടിവെള്ള കുപ്പി പോലെ തന്നെ മഴക്കോട്ടും പ്രശ്നമാണെന്നാണ് വിലയിരുത്തൽ. വലിച്ചെറിയൽ ഒഴിവാക്കിയാൽ തന്നെ ഒരു പരിധിവരെ പ്രശ്നം പരിഹരിക്കാനാകുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. നിരോധനം വ്യാപിപ്പിക്കുന്നതിന്റെ സാധ്യതകളടക്കം കൂടുതൽ ചർച്ചകൾ നടത്തി പരിശോധിക്കാനാണ് തദ്ദേശ വകുപ്പിന്റെ തീരുമാനം. കേരളം പോലൊരു സംസ്ഥാനത്ത് പ്ലാസ്റ്റിക് നിരോധനം പൂർണ്ണമായി നടപ്പാക്കുക എന്നുള്ളത് അത്ര വേഗത്തിൽ ഒരുപക്ഷെ സാധ്യമാകുന്ന കാര്യമായിരിക്കില്ല. എന്നിരിക്കെ പോലും ദൂരവ്യാപക പ്രത്യാഘാതങ്ങളൊക്കെ കണക്കിലെടുത്ത് ഈ പ്ലാസ്റ്റിക് നിരോധനം നടപ്പാക്കുകയാണെങ്കിൽ ഒരുപക്ഷെ വരുന്ന തലമുറയ്ക്കടക്കം വലിയ രീതിയിൽ ഗുണകരമാകുന്ന ഒരു നീക്കമായിരിക്കും അത്.